നമ്മൾ സബാമെഡിന്റെ ബോഡി ലോഷൻ ഉടുപ്പെല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചേച്ചിയമ്മ ഗിഫ്റ്റ് ചെയ്തതാണ്. ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു കുട്ടി വ്ളോഗായിട്ടാണ്. വേറെ ഒന്നുമല്ല, യാമിയുടെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ യാമിയുടെ ഗെറ്റ് റെഡി വിത്ത് മീ എങ്ങനെയെന്ന് കണ്ടുനോക്കാം. യാമി കുളിച്ചിട്ടൊക്കെ വന്നിരിക്കുക കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു സബാമെഡിൻ്റെ ബോഡി ലോഷനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കുളിച്ച് വന്ന ഉടനെ തന്നെ യാമിയുടെ ദേഹത്ത് ഫുള്ളും തേച്ച് കൊടുക്കാറുണ്ടത്. ബോഡി ലോഷൻ തന്നെ കേട്ടോ ഞാൻ ഇവൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാറ്. സബാമെഡിന് തന്നെ ബേബി മോയ്സ്ചറൈസറും വരുന്നുണ്ട്. ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. സബാമെഡ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഇതാട്ടോ. അതിൻ്റെ സ്മെല്ലായിക്കോട്ടെ, സ്ട്രക്ചർ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും നല്ലൊരു മൈൽഡ് സ്മെല്ലാട്ടോ ഇതിന്. ഞാൻ അടുത്ത യൂസ് ആക്കുന്നത് ഒരു ഡയപ്പർ റാഷ് ക്രീമാണ്. ഇവിടെ ഇപ്പോൾ ഡയപ്പർ ഇട്ടത് കാരണം ഞാനിത് യൂസ് ആക്കുന്നത് കാണിക്കുന്നില്ല. ഇത് കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് ഡയപ്പർ റാഷ് ക്രീം. ഇതൊരു തിക്ക് കൺസിസ്റ്റൻറ്റിലാണ് വരുന്നത്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ക്ലോത്തിങ് ഡയപ്പർ ആട്ടോ. ഞാൻ വീട്ടിലൊക്കെ ആകുമ്പോൾ കൂടുതലും ഈ ഡയപ്പർ തന്നെയാണ് യൂസ് ആക്കുന്നത്. പിന്നെ ഇനി വരുന്നത് സബാമെഡിൻ്റെ തന്നെ ഒരു പൗഡറാണ്. ഇത് വന്നിട്ട് ഒരു ഗ്ലേസിങ്, ഒരു ഗ്ലിറ്ററിങ് പോലെ, ഗ്ലിറ്ററിങ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗ്ലേസിങ് പോലെയാണ് ഇതിൻ്റെ എഫക്റ്റ് വരുന്നത്. ഞാൻ പൗഡർ ഇട്ട് കൊടുക്കാറുണ്ട്, കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. കഴുത്തിലൊക്കെ ഇവൾക്ക് ഇടുങ്ങി കിടക്കുന്ന കഴുത്തായത് കാരണം വിയർപ്പൊക്കെ ഇറങ്ങി പൊട്ടി മുറി ആവാനൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ കഴുത്തിലൊക്കെ എപ്പോഴും പൗഡർ ഇട്ട് കൊടുക്കാറുണ്ട്. ഈ ഇടുപ്പുകളിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. മുഖത്ത് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നത് കാരണം മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലൊരു ഗ്ലിറ്ററിങ്ങും പറഞ്ഞല്ലോ. നാട്ടിൽ നിന്ന് മേടിച്ച പൗഡറിൽ ഞാൻ ഗ്ലിറ്ററിങ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. ഇത് യാമിയുടെ അച്ഛൻ കൊണ്ടുവന്ന പൗഡറാണ്. ഇതിലാണ് എനിക്ക് അങ്ങനെ കണ്ടത്. ഇനി അതാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇയാളെ നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ. ഇത് യാമിയുടെ ബെസ്റ്റ് ഫ്രണ്ട്, യാമിയുടെ മിസ്റ്റി കേട്ടോ. മിസ്റ്റി എന്ന പേര്. കുഞ്ച് ഗിഫ്റ്റ് ചെയ്തതാണ്. യാമിയുടെ ചേച്ചിയമ്മ യാമിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അവൾ അതിനായിട്ട് എപ്പോഴും ഉണ്ടാവും. അവളുടെ കൂട്ടാണ് മിസ്റ്റി. എപ്പോഴും അതിനെ വായിലിട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ മുടിയെല്ലാം തിന്നിട്ടൊക്കെ ഇരിക്കലാണ് അവൾ. ഫുൾ കുരുത്തക്കേടാണ്. അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ഓവറായിട്ടൊന്നുമില്ല, ഇത്ര തന്നെ ഉള്ളൂ യൂസ് ആക്കുന്നത്. തലയൊക്കെ നന്നായിട്ട് വേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മിനി ഫാനായിട്ട് നമ്മൾ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. 200 സംതിങ് എന്തോ റേറ്റ് വരുന്നുള്ളൂ. അഫോർഡബിൾ പ്രൈസാണ്. 300-നകത്തേ വരുന്നുള്ളൂ. നമ്മൾ മുടിയൊക്കെ ഒന്ന് ചീകി കൊടുക്കാം. ഇതൊരു ബേബി കിറ്റിനകത്തുനിന്ന് കിട്ടിയതാട്ടോ. ഇത് ബേബി കിറ്റ് പറയുമ്പോൾ ഹെയർ കോംബ് വരുന്നുണ്ട്, ഇതുപോലെ ഹെയർ ബ്രഷ്, സിസേഴ്സ്, നെയിൽ കട്ടർ, അങ്ങനെ കുറച്ച് ആക്സസറീസൊക്കെ കൂടി വരുന്നൊരു ബോക്സ് ആയിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഡെലിവറി അടുത്ത സമയത്ത് മേടിച്ചാട്ടോ ഇവൾക്ക് വേണ്ടിയിട്ട്. അതിലുണ്ടായിരുന്നൊരു കോമ്പാണ്. ഞാൻ മുടി ചീകി കൊടുക്കാറുണ്ട്. ഇങ്ങനെ ചിലർ പറയും ഇങ്ങനെ മുടി ചീകി കൊടുക്കരുത്, അവർക്ക് നന്നായിട്ട് വേദനിക്കും എന്നൊക്കെ പറയും. ഞാൻ ഇടയ്ക്കൊക്കെ പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ മുടി ചീകി വെക്കാറുണ്ട് ഈ ബ്രഷ് വെച്ചിട്ട്. ഇനി നമുക്ക് ഫ്രോക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു കോട്ടൺ ബനിയൻ ക്ലോത്ത് ടൈപ്പിൽ വരുന്നൊരു ഫ്രോക്കാണ്. ഇതാണ് അവൾക്ക് കംഫർട്ട് കൂടുതലും. ഡേ ടൈമിലൊക്കെ ഞാൻ ഇങ്ങനത്തെ ഫ്രോക്കാണ് കൂടുതൽ ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാം. യാമി ഉടുപ്പെല്ലാം ഇട്ടിട്ടുണ്ട്. യാമി കുറച്ചൊരു വാശിയിലാട്ടോ. ഉറക്കം വന്നിട്ടാണ്. കുളി കഴിഞ്ഞാൽ ഉറക്കം പതിവാണ്. ഉറക്കം വന്നാൽ പിന്നെ യാമിനെ പിടിച്ചാൽ കിട്ടില്ല. അതിൻ്റെ ഒരു ഇതിലാണ് അവളിപ്പോൾ. ഓക്കെ, ഇപ്പോൾ ഇത്രേ ഉള്ളൂ യാമിയുടെ ഗെറ്റ് റെഡി വിത്ത് മീ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. യാമി മിസ്റ്റിനൊക്കെ പിടിച്ച് കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ അതുവരെക്കും ബൈ ബൈ.